നമസ്കാരം. ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലുതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി 12 ദിവസമായി ഈ യുദ്ധം തുടങ്ങിയിട്ട്. ഈ യുദ്ധത്തിൽ ചൈനയും റഷ്യയും ഒക്കെ ഇവിടെ ഇറാനെ രഹസ്യമായി സഹായിക്കുന്നുണ്ട്. പരസ്യമായി അവർ രംഗത്തെത്തിയിട്ടില്ല. റഷ്യയുടെ സഹായം ഏത് രീതിയിലാണ് എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഗൾഫ് മേഖലയിലേക്കൊക്കെയുള്ള ആക്രമണം കൃത്യമായി സ്ഥാനം നിർണയിച്ചു കൊടുക്കുന്നത് ഇവിടെ റഷ്യയാണ് എന്നതായിരുന്നു അവരുടെ ഒരു കണ്ടെത്തൽ. ഇപ്പോൾ റഷ്യയുടെ ഇറാനിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പരസ്യമായി റഷ്യയെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇനി റഷ്യ നോക്കി നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല. കുറച്ചുകൂടെ സഹായങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണാനാകുന്നത്. ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആയത്തുള്ള അലി ഖംനായിയുടെ പാത പിന്തുടരാൻ മകൻ മുജ്തബ അലി ഖംനായിക്ക് കഴിയട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായ ഒരു നീക്കം, ഒരു കക്ഷി കൂടെ ഇറാനോടൊപ്പം ചേരുന്നതിന്റെ ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ കിം ജോങ് ഉൻ പരസ്യമായി റഷ്യയ്ക്ക് പുറകെ മുജ്തബ അലി ഖംനായിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹം ശക്തമായി മുന്നോട്ട് പോകട്ടെ, എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. വേണ്ടി വന്നാൽ ഉത്തര കൊറിയ കൂടെ ഈ യുദ്ധത്തിന്റെ ഭാഗമാകും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ, ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒരു മിസൈൽ ചോദിച്ചാൽ, ഒരു കൂട്ടം മിസൈൽ വേണമെങ്കിൽ, ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തന്നെ ഇറാന് ഞങ്ങൾ കൊടുക്കും എന്ന രീതിയിൽ ഇവിടെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പറഞ്ഞു എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നിരുന്നത്. ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്തായാലും ആ അഭ്യൂഹങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ കിമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ലോകം ചർച്ച ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തലത്തിലേക്ക് ആ ചർച്ച പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാൻ ഇപ്പോൾ അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ ഉപയോഗിക്കുന്ന വാർഹെഡുകൾ അത് പൊതുവെ ചർച്ചയാണ്. 1 ടണ്ണും 2 ടണ്ണും ഒക്കെ വലിയ അത്രയ്ക്ക് തൂക്കമുള്ള വാർഹെഡുകളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദീർഘദൂരം ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ഉപയോഗിക്കുന്നത്. ഖുറാം ഷഹറും അതുപോലെ തന്നെ ഹൈബർ ഷക്കാനും ഫത്താഹും ഒക്കെ ചർച്ചയാണ്. അതുപോലെ ഷഹദ് ഡ്രോൺ ഒക്കെ ചർച്ചയാണ്. ഷഹദ് ഡ്രോണ് താരമാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്തയൊക്കെ ഇന്നലെ ചില മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു. അതായത് അമേരിക്കയെ വെള്ളം കുടിപ്പിച്ച, അമേരിക്കയെ പരാജയപ്പെടുത്തിയ, ഏറ്റവും സാമ്പത്തികമായി തകർത്തു കളഞ്ഞ, ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പോകാൻ കാരണമായ ഒരു ആയുധമാണ് ഷഹദ് ഡ്രോൺ എന്ന് ഇവിടെ വളരെ കൃത്യമായ വാർത്തയിൽ പറയുന്നുണ്ട്. അതൊരു പരിധിവരെ സത്യമാണ്. ഏറ്റവും വില കുറഞ്ഞ ഒരു ആയുധം ഉപയോഗിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും വെള്ളം കുടിപ്പിക്കുക. കൂട്ടത്തോടു കൂടെ ഈ ഡ്രോൺ പറത്തിവിടുന്നു. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. പ്രതിരോധിക്കണമെങ്കിൽ തന്നെ വലിയ തുക ചെലവഴിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നു. കൊതുവിനെ കൊല്ലാൻ പീരങ്കി എന്ന രീതിയിലേക്കാണ് ഇവിടെ ഇന്നലെ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ഡ്രോണിനെ വിശേഷിപ്പിച്ചത്. എന്നാലും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഇറാന്റെ വാർഹെഡിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എപ്സ്റ്റീൻ ഇരകളുടെ സ്മരണയ്ക്കായി എന്നാണ് ആ വാർഹെഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുത്ത്. ആരാണ് എപ്സ്റ്റീൻ ഇരകൾ, ആരൊക്കെയാണ് ഇതിൽ പ്രതികൾ എന്ന കാര്യം നമുക്കറിയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അമേരിക്കക്ക് അകത്തുയർന്നു വരുന്നുണ്ട്. വളരെ അധികം എതിർപ്പ് ഇപ്പോഴത്തെ ഭരണാധികാരിയായിട്ടുള്ള, പ്രസിഡന്റായിട്ടുള്ള ട്രംപിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതായത് ഇവിടെ പ്രായപൂർത്തി എത്താത്ത ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹത്തിന്റെ കുൽസിത പ്രവർത്തികൾ ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചില പെൺകുട്ടികളോട് മോശമായി പെരുമാറി ആ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന്, ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് ട്രംപിന് കടിയേറ്റു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള ഇരകളുടെ സ്മരണയ്ക്കായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു എഴുത്ത് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വാർഹെഡ് ഇപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാവുകയാണ്. അതിനും ഇറാൻ തന്നെ വേണ്ടി വന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത്. കളി മാറുകയാണ്.
ഹോർമൂസിൽ ആവശ്യമായ സുരക്ഷ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഇപ്പോൾ യൂട്ടേൺ അടിച്ച ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ മെല്ലെ പരിപാടി അവസാനിപ്പിച്ച് പുറകോട്ട് പോയിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ കണ്ടതല്ല ഇനി കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട.